ടോപ്പ് സിംഗർ റിവ്യൂ. ഇപ്രാവശ്യം നെഗറ്റീവ് റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. ടോപ്പ് സിംഗറിൻ്റെ എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മളിതിൽ സംസാരിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന ഒരു 1-2 കമൻറ്റുകളും കൂടി ഞാനിത് പറയുന്നുണ്ട്. ആദ്യത്തെ കമൻറ്റ് ചെറുക്കാം, എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ആ കമൻറ്റ് ഞാൻ പറയണമെന്ന് മാത്രമല്ല, എനിക്ക് ആ അഭിപ്രായം ഒട്ടുമില്ല. ഒന്നാമത്തെ കാര്യം, 5 സീസണായിരുന്നു നമ്മുടെ 5ാമത്തെ സീസണാണത്. ഈ 5 സീസണായിട്ട് നമ്മുടെ മീനുകുട്ടി നോ സ്റ്റോപ്പ് ചിരി തന്നെ. ചിരിക്കാൻ വേണ്ടി മാത്രമാണ് മീനുകുട്ടിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5 സീസണിലും MGയുടെ വളിപ്പ് തമാശ. MG എന്ന് പറഞ്ഞാൽ ഒരു മൂക്കോണ്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ കമൻറ്റുകൾ. ഇതിലെനിക്ക് യാതൊരു അഭിപ്രായവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീനുകുട്ടിയുടെ ചിരി, മീനുകുട്ടിയുടെ തമാശകളും നമുക്കിഷ്ടമാണ്. മീനുകുട്ടിയുടെ ചിരി എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായ ചിരിയാണ്. പക്ഷെ അത് കമൻറ്റ് വന്നതോടുകൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ റിമി ടോമി ടോപ്പ് സിംഗറിന് യോജിച്ച ഒരു ജഡ്ജിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമി ടോമിയുടെ ഒരു നിമിഷ കവി എന്നൊക്കെ പറയുന്ന പോലെ നിമിഷമായിട്ടുള്ള തമാശകൾ അത് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. MGയുടെ തമാശകളും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഒരു കുട്ടി പാട്ട് പാടാൻ വരുമ്പോൾ ഈ ജഡ്ജിമാർ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക, കുറേ കളിയാക്കുക. അവർക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ് നഷ്ടപ്പെടില്ലേ? അവരെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട അവരെ പാട്ടുകളിലെ അക്ഷരങ്ങൾ പോവും, സംഗതികൾ പോവും, ഇതൊക്കെ വരും. നിങ്ങൾക്ക് എന്ത് പണ്ടാരം വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ ജഡ്ജിമാരെ. നിങ്ങൾക്ക് ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ കുട്ടികളുടെ കൊച്ചു വർത്തമാനങ്ങളും നിങ്ങളോടുള്ള സംസാരങ്ങളും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ വളരെ 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 ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളതൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് ആക്കുക. ഇവർ വന്ന വഴിക്ക് അവർ പാട്ട് പാടട്ടെ, അവർ പാടാൻ വേണ്ടിയുള്ള കോൺഫിഡൻസിൽ വരികയാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ പാടിയത്, എത്രയിലാണ് തുടങ്ങിയത്, ആരാ മ്യൂസിക്, ആരാ പാട്ട് എഴുതിയത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ പിന്നെ ആവാതെ ഇതൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുക. അവർ കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ അവസാനത്തേക്കാക്കുക. പിന്നെ ഈ കുട്ടികൾ പാടണ നേരത്തെ കുറേ തള്ളാരും തന്താരും നിന്നിട്ട് പാട്ട് പാടണോടൊപ്പം തന്നെ അവിടെ നിന്ന് കാനനച്ചായിലാടുമേക്ക അവിടെ എന്ത് പെർഫോമൻസിൻ്റെ ആവശ്യമുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ അസ്ഥാനത്ത് കൊണ്ടുവന്ന് ഈ കുറേ തന്താരും തള്ളാരും കൊണ്ട് ചാടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? നല്ല പെർഫോമൻസുള്ള ഡാൻസുള്ള ഇതുകൾ നിങ്ങൾക്ക് ഈ പാടുന്ന കുട്ടികളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇന്നലെ കണ്ടു പാടുന്ന കുട്ടികളെ വന്നിട്ട് ആ ബോംബെയിലുള്ള ആ കുട്ടി വന്ന് പാടിയപ്പോൾ ആ കുട്ടീനെ പിടിച്ചിട്ട് ഡാൻസ് ചെയ്യിക്കും 2 പെണ്ണുങ്ങൾ വന്നിട്ട്. എന്തൊക്കെ കാണണത്? എന്തൊട്ട് മുന്നേ ഒരു കുട്ടി ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ കലപില കലപില കലപില. ജഡ്ജിയായിട്ട് നിൽക്കുന്ന MG ആണ് മെയിൻ ജഡ്ജി. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയട്ടെ. അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ റിമി ടോമിയും ഇപ്പോൾ മധുബാലകൃഷ്ണൻ പോയി. അത് പോയി വലിയ സങ്കടമുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നല്ലൊരു ജഡ്ജിന്ന് മാത്രമല്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല കുറ്റങ്ങളും തെറ്റുകളൊക്കെ നന്നായി പറഞ്ഞു കൊടുക്കും. നന്നായി പാട്ട് പാടി വരും. ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ നന്നായി പാടുന്നത് കേൾക്കണം, നമുക്ക് മനസ്സിലൊരു സന്തോഷം. അത് വേറെ കാര്യം. അത് പോയിപ്പോൾ അവിടെ ബെന്നി അഗിന്നി ആരാ വന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റ് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാനുള്ള ജഡ്ജ്മെൻറ്റ് കംപ്ലീറ്റ് അദ്ദേഹം പറയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം സ്പേസ് എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ടത് സ്ഥിരം ജഡ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമി ടോമിയാണ്. പിന്നെ പറയേണ്ടത് റിമി ടോമിയാണ്. റിമി ടോമി പറയുമ്പോൾ ഈ ബെന്നിയും ആയാലും ഇനിയിപ്പോൾ മധുബാലകൃഷ്ണൻ ആയാലും ഈ MG ആയാലും മിണ്ടരുത്. റിമി ആ പാട്ട് കേട്ടിട്ട് ആ കുട്ടികളോട് പലതും റിമിക്ക് പറയേണ്ട അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം 3ാമത്തെ ജഡ്ജി. അതുപോലെ 2ാം സ്ഥാനം റിമിക്ക് കൊടുക്കണം. റിമി ആയിരിക്കണം. MG പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറഞ്ഞത് റിമി ആയിരിക്കണം. ഇതിപ്പോൾ ഒരു കസാര സ്ഥിരമല്ല, അവിടെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അവരും പറഞ്ഞു കഴിഞ്ഞിട്ട് റിമിക്ക് കൊടുക്കണത്. അപ്പോൾ റിമിക്ക് 2ാമത് കമൻറ്റ് പറയാനുള്ള അവകാശം റിമിക്കിന്. അത് കഴിഞ്ഞിട്ട് 3ാമത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു മുമ്പ് തന്നെ ഒരു ഒത്തൊരുമയില്ല, ആകെ ഒരു അച്ചടക്കമില്ലായ്മ, നാഥനില്ലാത്ത കളരി പോലെയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഒരു നിബന്ധനയില്ല. ആർക്കും എന്തും തൊള്ളാതെ തോന്നിയത് പറയാം. MGയുടെ കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബെന്നി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് റിമി പറയും. അപ്പോൾ റിമി കമൻറ്റ് പറഞ്ഞതിൻ്റെ ഇടയിൽ കയറിയിട്ട് ബെന്നി പറയും. MG കമൻറ്റ് പറഞ്ഞതിൻ്റെ ഇടയിൽ കയറിയിട്ട് ബെന്നി പറയും. അല്ലെങ്കിൽ മധുബാലകൃഷ്ണൻ ആചാര്യ അങ്ങേര് പറയും. ഇതൊക്കെ എന്താണിത്? ഇതെന്നാ പറയുന്നത് ഈ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ എന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ കക്കാന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ ചെറിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊട്ട് ചെറി വരുന്നില്ല. ഇതെന്ത് മറിമായും എനിക്ക് അറിയാണ്ട് ചോദിക്കാം ഞാനത്. അപ്പോൾ ഇത്
ഒക്കെ ഒരു അതിൻ്റെ ഷോ ഡയറക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയൊരു എല്ലാ കാര്യങ്ങളും ചെറിയ ഒത്തൊരുമയൊക്കെ വരുത്തിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ തന്നെ കുട്ടികളൊക്കെ വളരെയധികം പിന്നാക്കുക. ഇനി ഇതിലും വലിയ അപകടത്തിലേക്കാവും നിങ്ങൾ പോവുക. കാരണം ഞാൻ പറയാം, അമൃത ടി വിയിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല മനോഹരമായ പാട്ടുകൾ, ഈ ആഴ്ച മുഴുവൻ നിങ്ങൾ ടോപ്പ് സിംഗറിൽ പാട്ടുകൾ സെലക്ഷൻ വളരെ മോശമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും സെലക്ഷൻ വളരെ മോശമായിരുന്നു. അവിടെ സൂപ്പർ പാട്ടുകൾ പാടുന്നു, അവിടെ ഗംഭീര പെർഫോമൻസ് അവിടെ നടത്തുന്നത്. അവിടെ കാഴ്ചയ്ക്ക് നമുക്കൊരു സൗന്ദര്യം കുറവുണ്ട്. കാരണം അത് HD ചാനലല്ല, നിങ്ങളുടെ ഫ്ലവേഴ്സ് HD ചാനലാണ്. അതുകൊണ്ടൊരു കാഴ്ച സൗന്ദര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളേത് അതേപോലെ തന്നെ ഇപ്പോൾ അമൃതയും കാണിച്ചുകൊണ്ടിരിക്കുക. പോരാത്തിന് അവിടെ ശരത് സാറുണ്ട്. ശരത് സാറിൻ്റെ തമാശ നമ്മൾ എന്നും ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഇന്ന് വരെ നമ്മൾ ശരത് സാറിൻ്റെ തമാശ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആൾ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിരിക്കില്ല, നമ്മൾ ചിരിക്കും. അതാണ് ആ കോമഡിയിലത്തെ ഏറ്റവും വലിയത്. ഇവർ തമാശ പറഞ്ഞ് ഇവരെന്നെ കക്കാന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് കാര്യമില്ല, ഞങ്ങളും കൂടി ചിരിക്കണം. അതാണ് തമാശ. അപ്പോൾ അവിടെ ശരത് സാറിൻ്റെ ഓരോ കമൻറ്റുകളും തമാശകളും കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ്. നമ്മളിവിടെ പാട്ട് നിങ്ങൾ സെലക്ഷൻ മോശമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണ്. നിങ്ങൾക്ക് നല്ലൊരു കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഈ അമൃത ചാനൽ തുടങ്ങിയുള്ള സൂപ്പർ സ്റ്റാർ. അവരാച്ചെങ്കിൽ നല്ല നല്ല ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, നല്ല നല്ല ജഡ്ജിമാർക്ക് അതുപോലെ തന്നെ ഗസ്റ്റുകൾ എല്ലാവരും നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ 4 കസേര ഉണ്ടാവുന്നു, ഇപ്പം അത് 3 കസേരയാക്കി. ആ 3 കസേരയാക്കി ഒരു കസേരയ്ക്ക് കൊടുക്കുന്ന പൈസ നിങ്ങൾ ലാഭം നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത് നമുക്ക് വളരെ ഇഷ്ടം. അപ്പോൾ വല്ല സിനിമയുടെ പ്രൊമോഷൻ മാത്രമാണ് വല്ല അതിഥികൾ നമ്മളവിടെ കാണുന്നത്. ഇപ്പോൾ പ്രൊമോഷൻ വന്നു, ആ പ്രൊമോഷൻ വന്ന ആ കുട്ടി എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പടം വരച്ചു. ആ പടം വരച്ചത് ബെന്നിയുടെ പടം വരച്ചു. ബെന്നിയുടെ പടം വരച്ചത് നമുക്ക് യാതൊന്നും മനസ്സിലായില്ല. ബെന്നിക്ക് ബെന്നിയുടെ പടമായിട്ട് തോന്നുന്നു, കെട്ടിപ്പിടിക്കണ്, അനുമോദിക്കണ്, അങ്ങോട്ടും വാരി പുണരണ്. അതുപോലെ തന്നെ കുറേ അഭിനന്ദനങ്ങൾ അങ്ങോട്ട് പറയണ്. MGനെ കുറേ പുകഴ്ത്തണ്, MG കുറേ അവരെ പുകഴ്ത്തണ്. ഇതൊന്നല്ല ടോപ്പ് സിംഗർ. ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആ കൊച്ചു കുട്ടികളെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രേക്ഷകർ, ആപാലവൃത്തം പ്രേക്ഷകർ ഈ ടോപ്പ് സിംഗർ കാണുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ നേരത്തെ കമൻറ്റിൽ പറഞ്ഞ പോലെ വളിച്ച തമാശകൾ കുറേ പറയുന്നുണ്ട്. ആ വളിച്ച തമാശകളൊക്കെ എടുത്ത് മാറ്റുക. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ടോപ്പ് സിംഗർ ഒന്ന് ശരിയാക്കിയില്ലെങ്കിൽ, അതിൻ്റെ ഷോ ഡയറക്ടർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണി പാടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചാനലുകൾ നിങ്ങളുടെ അതേ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുക. കുട്ടികൾ കൊണ്ട് പാടിച്ചു കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാവും എന്നുള്ളത് അവർ മനസ്സിലാക്കി. അമൃത ചാനൽ മനസ്സിലാക്കിയപ്പോൾ അമൃത ചാനലിൽ ഇപ്പോൾ പ്രോഗ്രാം നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഇനി ഏഷ്യാനെറ്റും ഏറ്റെടുക്കാം. ഏഷ്യാനെറ്റും കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൗസർ കീറും. അപ്പോൾ ആ ടൗസർ കീറുന്നതിന് മുമ്പ് പാട്ട് നല്ല സെലക്ഷൻ പാട്ടുകൾ തിരഞ്ഞെടുക്കുക. നമുക്ക് കേട്ട് കഴിഞ്ഞാൽ എത്ര അതിമനോഹരമായ പാട്ടുകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഇന്നവരെ ഈ വയസ്സ് വരെ കേൾക്കാത്ത പാട്ടുകളാണ് കുട്ടികളെ കൊണ്ട് പാടിക്കുന്നത്. അതിലൊന്നും അർത്ഥമില്ല. നമ്മൾ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പാട്ടുകളായിരിക്കണം. അപ്പം നമ്മൾ ആ ചാനൽ മാറ്റി വേറൊരു സൈഡിലേക്ക് പോവില്ല. നിങ്ങൾക്ക് മുഴുവൻ ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് നിങ്ങളുടെ ടോപ്പ് സിംഗർ ശരിക്ക് വളരെയധികം താന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഉയർത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾ ഈ ജഡ്ജിമാരെയൊക്കെ ഒന്ന് ഒരു കടിഞ്ഞാലിട്ട് ഒരു മൂക്കയറിട്ട് കെട്ടിപ്പിടിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കൂടി തിക്കും തിരക്കും ബഹളമായി നമുക്കൊന്നും മനസ്സിലാവില്ല. കുട്ടികൾക്ക് അതിനേക്കാളും കൂടുതലൊന്നും മനസ്സിലാവില്ല. പിന്നെ ആകെ ആശ്വാസം ഉണ്ടായിരുന്ന നമ്മുടെ MGയും അതുപോലെ തന്നെ മധു ബാലകൃഷ്ണനും ഇപ്പോൾ നമ്മുടെ ആ 2 അവതാരകരാണ്. അവർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈവിട്ടു പോകും. നമ്മൾ 100 വയസ്സ് വരെ കക്കാണ്ട് ജീവിച്ചിട്ട് 100ാമത്തെ ദിവസം കട്ട് കഴിഞ്ഞാൽ നമ്മുടെ കള്ളന്നിൻ്റെ പേര്. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പാട്, ഒരുപാട് ബുദ്ധിമുട്ട്. അവിടേക്ക് പ്രേക്ഷകരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അത്രയധികം കോമ്പറ്റീഷനാണ് ഈ TV ഫീൽഡിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല പേരെടുത്തൊരു പ്രോഗ്രാം നശിപ്പിക്കാനായിട്ട് ഒരൊറ്റ ആഴ്ച മതി. അത് പോരാട്ടോ, അത് പാടി പാട്ടെന്നെ പിന്നെയും പാടുന്നത്. അതുപോലെ തന്നെ എല്ലാം കൂടി കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ കിടന്ന് എല്ലാവരും കിടന്ന് കലപ്പില എന്ന് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ഒന്ന് ചാനൽ മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പോയി ആൾക്കാർ തിരിച്ച് കിട്ടില്ല. അവരങ്ങനെ അങ്ങോട്ട് പോവും. അഭിരുചി അനുസരിച്ച് അവർ മാറി മാറി പോവും. അപ്പോൾ അതുകൊണ്ട് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ നിങ്ങൾ സൂക്ഷിക്കേണ്ട സമയം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലുണ്ടാകുന്ന ആ ടെമ്പോ നഷ്ടപ്പെട്ടു. നമ്മൾ ആ തുടക്കത്തിലുള്ള ടെമ്പോ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സംഭവം എവിടെ ചെന്ന് നിൽക്കുക അവസാനം പോകുന്നുള്ളത്. ഇത് എവിടെയും ചെന്ന് നിൽക്കില്ല എന്ന് മനസ്സിലായി. ആ തുടക്കത്തിലാണ് ആദ്യം കൂട്ടപ്പൊരിച്ചിൽ വന്നു. അതിൻ്റെ ക്ലൈമാക്സ് തുടക്കത്തിൽ വന്നു. ഇപ്പോൾ അവസാനം ആവാറാകുമ്പോൾ അത് തളർന്നു. ഓലപ്പടക്കം മാത്രമായി. ഓലപ്പടക്കം മാറ്റി നല്ല ഗുണ്ട് പൊട്ടിക്കൂ MG വിചാരിച്ച കാര്യങ്ങൾ നടക്കും.
അതുപോലെ തന്നെ നല്ല നല്ല നമ്മുടെ ഗസ്റ്റുകളെ കൊണ്ടുവരൂ. ഒരു കസാര എന്നും ഗസ്റ്റുകൾക്ക് വേണ്ടി മാറ്റിയിടൂ. പിന്നെ നിങ്ങളിരിക്കുന്ന കസാരയുടെ വില എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. നിങ്ങളിരിക്കുന്ന കസാലയ്ക്ക് ഒരുപാട് വിലയുണ്ട്. അത് നിങ്ങൾ വെറുതെ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പാടിയിട്ട് നിങ്ങളുടെ വില നിങ്ങൾ കളയാണ്ടിരിക്കുക. എനിക്ക് ഈ ആഴ്ചയിൽ ഇത്രേ പറയാനുള്ളൂ. ഈ ആഴ്ചയിലെ കുട്ടികൾ 2-4 പാട്ടൊക്കെ നന്നായി പാടി. എന്നിരുന്നാലും നമുക്ക് ടോപ്പ് സിംഗർ 2 ആഴ്ചയായിട്ട് ഇത്തിരി ബാക്കിലാണ് കയറ്റിയില്ലെങ്കിൽ അത് വലിയൊരു പ്രേക്ഷകർക്കുള്ളൊരു നഷ്ടമാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ചാനലിൽ പോകും. ഇതേ പ്രോഗ്രാം തന്നെ ഇനിയിപ്പോൾ എല്ലാ ചാനലും വരുന്ന എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5ാമത്തെ കൊല്ലാണ് നമ്മുടെ മീനുട്ടി നിന്നിട്ട് നോ സ്റ്റോപ്പായിട്ട് ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്. മീനുകുട്ടി ചിരിച്ചിട്ട് പൈസ റെമോണ്ടേഷൻ മേടിക്കാന്നാണ് പറയണത്. ചിരിച്ചുകൊണ്ട് തന്നെ, ചെറി മാത്രമുള്ള വേറെ ഒന്നുമില്ല. എല്ലാവരും കണ്ടാലും ചിരിക്കുക. ചെറിയൊരു നല്ല കാര്യമല്ലേ, ആയുസ് കൂട്ടും, അതിനെ കാണുന്നവർക്ക് ഒരു സന്തോഷം. എല്ലാവരും മുഖം വീർപ്പിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് എനിക്കിഷ്ടമാണ്, അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ പറഞ്ഞാൽ എന്താ വെച്ചാൽ MGയുടെ വളിച്ച തമാശ ആയാലും അതിലൊരു പഞ്ചാമൃതം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് MG പറയണ കാരണം അതിൻ്റേതായുള്ള സെൻസിലെടുക്കുക എൻ്റെ പ്രേക്ഷകർ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടോപ്പ് സിംഗറിൻ്റെ അവിടെ നിന്ന് ആരും കുറ്റി പറിച്ച് പോകുകയൊന്നും വേണ്ട കേട്ടോ. പാട്ടുകളൊക്കെ അടിപൊളിയായിട്ട് വരുന്നു. കുട്ടികളൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഇതുകളൊക്കെ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ തിരുത്തുന്നത്. ഓക്കെ, ബൈ.